ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഹെയർ മാസ്ക് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന, അതേപോലെ തന്നെ ഹെയർ ഫോൾ ഒക്കെ കുറയ്ക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണിത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചാനലിൽ ഹെയർ കെയർ വീഡിയോസ് വരുന്നതായിരിക്കും. ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ട്, അതേപോലെ തന്നെ ഹെയർ നല്ല ഫ്രിസിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് അതിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കറ്റാർ വാഴയാണ്. ഈ കറ്റാർ വാഴ രണ്ട് സൈഡിലെ മുള്ളിങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ജെല്ല് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ മുള്ളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്താലും മതി. പിന്നീട് എടുത്തേക്കുന്ന ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ചെമ്പരത്തിയുടെ ഇലയാണ്. ഒരു 15 ചെമ്പരത്തിയുടെ ഇല കാണും. എനിക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ്. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ മിക്സിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഈ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ വെള്ളം കൂടിപ്പോകാതിരിക്കുക എന്നുള്ളത്. കൺസിസ്റ്റൻസി ഒരുപാട് ലൂസാവാതെ ശ്രദ്ധിക്കുക. ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുടിയിലെ ആ ഒരു ഉടക്കൊക്കെ എടുത്ത് മാറ്റുക. നമ്മളെപ്പോഴും ഉടക്കെടുക്കുമ്പോൾ മുടിയുടെ താഴ്ഭാഗത്തു നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മുടി ഒരുപാട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മേൽഭാഗം ചീപ്പുക. ഇപ്പം ഞാൻ എൻ്റെ ഹെയറിലും സ്കാൽപ്പിലും എല്ലാം അപ്ലൈ ചെയ്യുകയാണ്. ഫസ്റ്റ് ഞാൻ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓരോ പാർട്ടീഷൻ എടുത്തിട്ടാണ് ഞാനിങ്ങനെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ നല്ല ഹെയർ ഫാളുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പം വിചാരിച്ചത് ഹെയർ കെയർ ചലഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ട്, ഹെയർ നല്ല ഫ്രിസി ആവുന്നുണ്ട്. അപ്പോൾ എനിക്കിതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. നിങ്ങൾക്ക് ഹെയർ ഫാളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ മാസ്ക് നമുക്ക് സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിൻ്റെ ലെങ്തിലും അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. സ്കിൻ കെയർ മാത്രമായിരുന്നു എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഹെയർ കെയറും ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഹെയർ മാസ്ക് നമ്മളുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിൻ്റെ ലെങ്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നോർമൽ വെള്ളം വെച്ചിട്ട് കഴുകിക്കളഞ്ഞാലും മതി. ഷാമ്പു യൂസ് ചെയ്യണമെന്നില്ല, നോർമൽ വെള്ളം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഹെയർ കെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.